മമ്മൂക്കിയുടെ കളം കാവൽ സിനിമയുടെ പുതിയ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. അത് മാത്രമല്ല, സിനിമേന്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ പടത്തിന്റെ OTT റൈറ്റ്സ് വിറ്റുപോയിരിക്കുകയാണ്. മമ്മൂക്കിയുടെ കളം കാവൽ, അതുകൊണ്ട് തന്നെ പടം OTT റിലീസ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എന്തായാലും പടത്തിന്റെ അപ്ഡേറ്റിലൂടെ തന്നെ പോകാം. നമുക്ക് അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ന്യൂസ് യൂട്യൂബ് ചാനൽ. ജിതിൻ കെ ജോസിന്റെ ആദ്യ സംവിധാനത്തിൽ വരാൻ പോകുന്ന മലയാള സിനിമയാണ് കളം കാവൽ എന്ന് പറഞ്ഞ സിനിമ. മമ്മൂക്ക, വിനായകൻ എന്നിവരൊക്കെയാണ് പടത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. മുജീബ് മജീദാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. പുള്ളിക്കാരന്റെ ഒരുപാട് സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്തിട്ടുണ്ട്. രേഖാചിത്രം, ഈക്കോദ, ഇനി വരാൻ പോകുന്ന കളം കാവല്, കിഷ്കിന്ദ കാണ്ഡം ഒക്കെ സിനിമകളുടെ മ്യൂസിക് ഡയറക്ടറാണ് മുജീബ് മജീദ്. നല്ല ഒരു ട്രാക്സ് ഒക്കെയാണ് പുള്ളിന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വരുന്നത് ഓരോ സിനിമകളില്. അത് പറഞ്ഞപ്പോഴാണ് പടത്തിന്റെ പാട്ടും നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. നമ്മുടെ സ്പോട്ടിഫൈയിൽ കാണാൻ സാധിക്കും നമുക്ക്. സിനിമയിലെ ട്രാക്സ് മാത്രമല്ല, പാട്ടുകള്, എല്ലാ പാട്ടും 1 മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് 8 മിനിറ്റ് ആണ് മൊത്തം ട്രാക്സ് നോക്കുകയാണെങ്കിൽ റൺ ടൈം കാണുന്നത്. എന്തായാലും മൊത്തം വിൻറ്റേജ് ലെവൽ, ഒരു 80s കാലഘട്ടത്തിൽ കാണുന്ന ഒരു സോങ്സിന്റെ ഒരു വൈബാണ് മൊത്തം തരുന്നത്. എന്തായാലും പടത്തിലോട്ട് വരുമ്പോൾ അത് എങ്ങനെയായിരിക്കും റിഫ്ലക്ട് ചെയ്യാന്ന് കാത്തിരിക്കുന്നു ചെയ്യാം നമുക്ക്. എന്തായാലും BGMന്റെ കാര്യത്തിലൊന്നും ഒരു രക്ഷയില്ല. ടീസർ BGM, ട്രെയിലർ BGM ഒക്കെ അവൈലബിൾ ആണ്. അത് മാത്രമല്ല, പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇവരുടെ സിനിമേന്റെ ഈ ഒരു മേക്കിംഗ് വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നിലവില് ഓൾമോസ്റ്റ് മമ്മൂക്കേന്റെ പുതിയ കട്ടും അതുപോലെ തന്നെ ക്ലിപ്സും കാണാൻ സാധിക്കുന്നുണ്ട്, വിത്ത് നമ്മുടെ ഒരു കിണ്ണം BGMന്റെ കൂടെ ആയിട്ട്. എന്തായാലും ട്രെയിലറിൽ വലിയ രീതിയിൽ മമ്മൂക്കേനെ റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മേക്കിംഗ് വീഡിയോയില് നല്ലപോലെ റിവീലിംഗ് വരുന്നുണ്ട് മമ്മൂക്കേന്റെ ലുക്സ് ഒക്കെ. എന്തായാലും ഡിസംബർ 5-ാം തീയതി കാത്തിരിക്കുക നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. അത് മാത്രമല്ല, പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇന്നൊരു ഇന്റർവ്യൂ വരുന്നുണ്ട് നമ്മുടെ മമ്മൂട്ടി കമ്പനി യൂട്യൂബ് ചാനലിൽ, നമ്മുടെ വിനായകനായിട്ട്. എന്തായാലും പ്രൊമോഷൻസ് ഞാൻ പറഞ്ഞ പോലെ വളരെ ശോകമാണ് ഈ ഒരു മമ്മൂട്ടി കമ്പനി. ഇനി ഏറ്റവും പോസിറ്റീവ് എന്താന്ന് വെച്ചാൽ പടത്തിന്റെ OTT റൈറ്റ്സ് വിറ്റ് പോയിരിക്കുകയാണ് റിലീസ് മുമ്പായിട്ട്. അത് വേറെ ആരുമല്ല, ഞാൻ വിചാരിച്ച ജിയോ ഹോട്ട്സ്റ്റാർ ആയിരിക്കുമെന്നാണ്, അല്ലെങ്കിൽ ആമസോൺ പ്രൈം. ഇവരാരുമല്ല, നമ്മുടെ സോണി ലിവാണ് പടത്തിന്റെ OTT റൈറ്റ്സ് റിലീസിന് മുമ്പായിട്ട് കൺഫേം ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ മേടിച്ചിരിക്കുന്നത്. എത്ര രൂപയ്ക്കാന്ന് ഇതുവരെയും കൺഫേം ആയിട്ടില്ല, പക്ഷെ സോണി ലിവാണ് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഡിസംബർ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ജാനുവരി ആദ്യ വാരത്തോടെ അപ്പം എന്തായാലും പടം OTT റിലീസ് ചെയ്യുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമുക്ക്. എന്തായാലും വളരെ വലിയ ട്രോളൊക്കെയാണ് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലിൽ നടക്കുന്നത് നമ്മുടെ മമ്മൂട്ടി കമ്പനിയുടെ പ്രൊമോഷൻസിനെ പറ്റിയിട്ട്. അത് മാത്രമല്ല, പടത്തിന്റെ റിലീസ് മാറ്റിയപ്പോൾ തന്നെ പലരും നല്ല ട്രോളിങ് ആയിരുന്നു. കാരണം ഈ വർഷം ഒരു പടം പോലും മര്യാദയ്ക്ക് മമ്മൂക്കേന്റെ ഇല്ല. എന്തായാലും ആ ഒരു പേരുദോഷമൊക്കെ കളം കാവൽ മാറ്റിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ റിലീസിനായിട്ട്. അത് മാത്രമല്ല, പടത്തിന്റെ പുതിയ റിലീസ് തീയതി ഡിസംബർ 5-ാം തീയതിക്ക് മാറ്റിയിട്ട് പോലും ഇപ്പോഴും സിനിമേന്റെ ഓവർസീസിലെ GCC UAE ബുക്കിംഗ് ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. ഒരു മാസം മുമ്പ് നവംബർ 27-ാം തീയതി റിലീസാന്ന് പറഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പുതിയ റിലീസ് ചെയ്ത് കൺഫേം ആക്കിയിട്ട് പോലും ഇനി വെറും 8, 6, 7 ദിവസം കൂടിയുള്ള റിലീസ് ഡേറ്റ്. എന്നിട്ട് പോലും പുതിയ ആ ഒരു ബുക്കിംഗ് ആരംഭിച്ചിട്ടില്ല ഓവർസീസിൽ. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് മമ്മൂട്ടി കമ്പനി എന്താണ് തീരുമാനിക്കുന്നത്. എന്ത് കാത്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് വരും ദിവസങ്ങളിൽ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. പക്ഷേ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് യൂട്യൂബ് ചാനൽ.